എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ കുട്ടിമാമ എന്നെ വിളിച്ചോ? നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എൻഡിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം പോയി വാങ്ങിയെന്ന്. എവിടെയാണോ തെളിവ്? തെളിവ് കാണിച്ചു പറയടാ. അയാൾ അവിടെ കിടന്ന് കുറയ്ക്കട്ടെ. കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല. നെഗറ്റീവ് എന്ന് പറയുന്ന ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വെയർ വാസ് അബ്യൂസ്. ഹി ടേക്സ് മണി ടു ഡു റിവ്യൂസ് എന്നൊക്കെ ഉള്ളത്. എന്നെ വിലയിരുത്താൻ താൻ ആരാടോ? എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. അയ്യോ മഹാപാവി, അവനങ്ങനെ പറഞ്ഞോ? ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയുവാണ് ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് തെളിവ് കാണിക്കേ. 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പടാടോ, തീട്ടപ്പടം. ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നിനക്ക് എവിടുന്നാണ് തെളിവ് കിട്ടിയത്? ഞാൻ പൈസ വാങ്ങിച്ചത് എവിടെയാണ്? പൈസ വാങ്ങിച്ചത് നിന്റെ അച്ഛന്റെ. സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഞാൻ ഒരു കാലത്ത്, അറിയോ? ബടാ ദോസ്തൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടവണ ഞാൻ. കൊച്ചനാ, ഒന്നും അറിയാൻ പാടില്ലാത്ത ചള്ളു ചെക്കൻ. ചിന്താമണി കൊലക്കേസില് ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോ കയ്യടിച്ചവണ ഞാൻ. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? നിന്റെ അച്ഛന്റെ ഫാനാണ് ഞാൻ. ആണോ? മൈ ഗോഡ്. ഉളുപ്പിടറാ നിനക്ക് എന്നെ കുറിച്ച് പറയാൻ. ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. ഞാൻ വെല്ലുവിളിക്കുന്നു. I challenge you, I dare you, I double dare you. See man, actually where is some the other നിന്റെ 1 ലക്ഷം ഉലുവയാ. മനസ്സിലായടാ? നീ മറ്റേ GT വാങ്ങിച്ച് അച്ഛന്റെ ചില GT വാങ്ങിച്ച് EMI അടിച്ച് നടക്കുന്നതല്ലേ നീ? അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. ഈ നിമിഷം അവർക്ക് എന്റെ ധ്യാന മൈ ധ്യാൻ എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ എനിക്കിതൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ന് വരെ ധ്യാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. നിന്റെ അടുത്ത് 1 ലക്ഷം രൂപ ചോദിക്കാൻ മാത്രം തെണ്ടിയടാ ഞാൻ. എന്നെ പോലെ ഒരു കോടീശ്വരൻ ഈ ലോകത്ത് ഒരു വേലയില്ലേ? എടാ കഴിവില്ലെങ്കിൽ പോയി സ്വയം കുനിഞ്ഞിരുന്ന് ഊമ്പ. അത്രയ്ക്ക് അതപ്പച്ചാണ് നിന്റെ 1 ലക്ഷം. പോടാ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.